നമസ്കാരം. ഇന്നത്തെ വീഡിയോ കുറച്ചൊക്കെ മടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സ്കിൻ കെയറിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ തന്നെ നമ്മുടെ ഫേസിൻ്റെ ഗ്ലോ കൂട്ടാനും ബ്രൈറ്റ്നെസ് കൂട്ടാനും സ്കിൻ എപ്പോഴും ഹെൽത്തി ആക്കാനുമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നല്ല എഫക്റ്റീവാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സും അവരുടെ ടീമൊക്കെ കൂടെ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പുറത്തിറങ്ങണമെങ്കിൽ നമ്മുടെയൊക്കെ കുറച്ച് സഹായം ആവശ്യമാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാം പുതുമുഖങ്ങളാണ്, നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരാണ്, നല്ല കഥയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ ചില ക്ലിപ്സൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണല്ലോ ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ ഒരിക്കലും ടാലൻ്റ് ഉള്ള ആൾക്കാർ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. അപ്പോൾ അവർ നീക്കി പുറത്ത് വരണം, പുറം ലോകം അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന കുറച്ച് സഹായം ചെയ്യുന്നത് നല്ലതല്ലേ. നമ്മൾ വേണ്ടാണ്ട് പലതും എന്താ പറയുക, പല വഴിക്കും പല കാര്യങ്ങളും ചെയ്ത് ഒരുപാട് കാശൊക്കെ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാൽ കഴിയുന്നത്, അത് എത്ര ആയാലും പ്രശ്നമില്ല കേട്ടോ. നമ്മളാൽ കഴിയുന്നത് കൊണ്ട് അവരെ സഹായിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. അതും എന്താ പറയുക, ഒരുപാട് സ്നേഹത്തോടെയാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് എന്തായാലും സക്സസ് ആവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ താഴെ, ടൈറ്റിലിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തിളപ്പിക്കാത്ത പാലും അതുപോലെ കോട്ടൺ പാലും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് കഴുകാം. അല്ലെങ്കിൽ നിങ്ങൾ പയറുപൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫേസ് കഴുകുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി കടലപ്പൊടി എടുക്കാം. ഇനി നിങ്ങൾ വീട്ടിൽ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കുക. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, തിളപ്പിക്കാത്ത പാല് യൂസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു എഫക്റ്റ് കിട്ടാറുള്ളത്, നല്ലൊരു ഗ്ലോവും. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും ഈ തിളപ്പിക്കാത്ത പാല് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം നമ്മുടെ ഫേസ്. അപ്പോൾ ഞാനിപ്പം മുന്നേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. മുന്നേ ഒരു ഫേസ് വാഷോ ഒന്നും കൊണ്ട് ഫേസ് കഴുകിയിട്ടില്ല. ഡയറക്റ്റ് ഫസ്റ്റ് തന്നെ തിളപ്പിക്കാത്ത പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള എല്ലാ പൊടിയും അഴുക്കും ഒക്കെ ഇതിലിങ്ങ് പോരും. നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ. തിളപ്പിക്കാത്ത പാൽ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആവും. ഇനി നിങ്ങൾക്ക് തൈരും യൂസ് ചെയ്യാം. തൈര് യൂസ് ചെയ്തിട്ടും ഫേസ് ക്ലീൻ ചെയ്യാം. കാരണം ചിലർക്കൊക്കെ ഇതിൻ്റെ സ്മെല്ല് പിടിക്കില്ല, ഈ പാലിൻ്റെ. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പം ഞാനൊന്ന് വേഗം പോയിട്ട് കഴുകിയിട്ട് വരാം. അപ്പോൾ ക്ലെൻസിങ്ങിന് ശേഷം ഞാൻ ഫേസ് കഴുകി ജസ്റ്റ് ഒന്ന് പാഡ്രൈ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞ് ഫേഷ്യലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ഗ്ലോ ഒന്ന് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ്ട്രാ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. സ്റ്റീമിങ് ചെയ്യുമ്പോൾ നല്ല ഗ്ലോ കിട്ടും കേട്ടോ. സാധാരണ എന്താ പറയുക, നമ്മൾ അതായത് ക്ലെൻസിങ്, സ്ക്രബിങ്, ഫേസ് പാക്ക്, ഈ 3 സ്റ്റെപ്പ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു ഗ്ലോ കിട്ടും നമ്മൾ സ്റ്റീമിങ്ങും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ സ്റ്റീമിങ് ചെയ്യുമ്പോൾ എന്തായാലും പോസൊക്കെ ഒന്ന് ഓപ്പൺ ആവും. എന്താ പറയുക, എക്സ്ട്രാ എന്തെങ്കിലും ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആയിട്ട് നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റീമിങ്ങിന് ശേഷമാണ് നമ്മുടെ അടിപൊളി പാക്കും കൂടെ ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം. സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ഫേസിൻ്റെ അടുത്ത് വെച്ച് സ്റ്റീം ചെയ്യാനും പാടില്ല. പിന്നെ ഒരുപാട് നേരം സ്റ്റീം ചെയ്യാനും പാടില്ല. ഒരുപാട് നേരം സ്റ്റീം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫേസ് ഡ്രൈ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് വെച്ച് സ്റ്റീം ചെയ്യുമ്പോൾ ഫേഷ്യൽ സ്കിന്നിന് ഡാമേജ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ നമ്മുടെ സ്റ്റീമിങ് സ്റ്റെപ്പ് കഴിഞ്ഞു. കുറച്ചൊന്ന് വിറക്കുന്നവരെ നമ്മൾ ചെയ്യണം. ഒരുപാട് നേരമൊന്നും ചെയ്യാൻ പാടില്ല.
അപ്പോൾ ഇപ്പം നമ്മുടെ ഫേസിലെ പോസൊക്കെ നല്ലോണം ഓപ്പൺ ആയിട്ടുണ്ടാവും, നല്ലോണം ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ നമ്മുടെ ഫേസിൻ്റെ ഗ്ലോ കൂട്ടുന്ന അടിപൊളി ഫേസ് പാക്ക്, വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഫേസിൻ്റെ ഗ്ലോ ഒന്ന് എന്താ പറയുക എക്സ്ട്രാ അതിൻ്റെ തിളക്കം ഒന്ന് ഇരട്ടിയാവും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു മിനി ഫേഷ്യലിൻ്റെ ഉദ്ദേശവും. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ച് ആൻഡ് ലെമൺ പീൽ പൗഡറാണ്, അതും 1 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിക്കാത്ത പാലാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിനൊക്കെ അനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം, നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ തൈര് ചേർക്കാം, അതുപോലെ സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ പാലോ തൈരോ ചേർത്ത് കൊടുക്കാം. നല്ല ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ തിളപ്പിക്കാത്ത പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്കിന്ന് ഡ്രൈ ആവില്ല. പൊതുവെ ക്ലേ മാസ്ക് ഒക്കെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ചൊരു കട്ടിയിൽ അപ്ലൈ ചെയ്തോ കേട്ടോ. കട്ടിന്ന് വെച്ചിട്ട് ഒരുപാട് കട്ടിയാക്കാൻ പാടില്ല, ഒരു മീഡിയം തിക്നെസ് വേണം, അപ്പോഴേ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ച് ക്ലേ മാസ്ക് ഒക്കെ ആകുമ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. ഈ ക്ലേ മാസ്ക് മാത്രമായിട്ട് നമുക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും നല്ലതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യുന്ന ഒരു പാക്കാണ്. പിന്നെ നമ്മുടെ ഫേഷ്യൽ സ്കിന്നിലെ പോസിനൊക്കെ ക്ലീൻ ആക്കും, അതുപോലെ തന്നെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് ഫേസിന് കൊടുക്കുന്ന ഒരു പാക്ക് കൂടിയാണ്. പിന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് നേരം വെക്കാനൊന്നും പാടില്ല, കാരണം ക്ലേ മാസ്ക് ആണ്. ക്ലേ മാസ്ക് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സ്കിന്നിൽ റിങ്കിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഡ്രൈ ആയിട്ട് ഓവർ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞു പിടിക്കും സ്കിന്ന്. അതുകൊണ്ട് ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ച് കൊടുത്താൽ മതി. ഒരു സെമി ഡ്രൈ ആവുന്നത് വരെ വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിന് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഫേഷ്യലിൻ്റെ എല്ലാ സ്റ്റെപ്സും കഴിഞ്ഞു. ഞാൻ ഫേസ് പാക്ക് കഴുകി ജസ്റ്റ് ഒന്ന് പാക്ക് ഡ്രൈ ചെയ്തു. ഫേസ് ഡ്രൈ ആയിട്ടൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഡ്രൈ ആവുന്നു തോന്നുകയാണെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അലോവേര ജെൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ആഴ്ചയിൽ 2 തവണ ഈ 3 സ്റ്റെപ്സ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം നമ്മുടെ സ്കിന്നിന് എന്തായാലും ഉണ്ടാവും. ഫേസിൻ്റെ ഗ്ലോ എന്തായാലും കൂടും. ഫേസിന് അങ്ങനെ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതായത് ഡാർക്ക് സ്പോട്ട്സും എന്താ പറയുക ഡിസ്കളറേഷനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം എന്തായാലും ഉണ്ടാവും. സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ അത്രയല്ലേ ഉള്ളൂ, ക്ലെൻസിങ് സ്റ്റെപ്പ്, സ്റ്റീമിങ് സ്റ്റെപ്പ്, പിന്നെ എന്താ നല്ലൊരു ഫേസ് പാക്ക്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിനൊക്കെ അനുസരിച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിനൊക്കെ അനുസരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, പല ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് പകരം ആഴ്ചയിൽ 2 തവണ ഇത് മാത്രം ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല മാറ്റം എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. കാരണം വീഡിയോ കാണുന്ന പലരും കമൻറ്റ് ബോക്സും കൂടെ ചെക്ക് ചെയ്യും, അപ്പോൾ അവർക്കും കൂടെ ഹെൽപ്പ് ആവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.